ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദിശ അക്കാഡമി. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് റെയിൽവേ സീരീസിൻ്റെ ഭാഗമായിട്ടുള്ള ഇന്ത്യൻ ജോഗ്രഫിയിലെ രണ്ടാമത്തെ ക്ലാസ്. നമ്മൾ ഫസ്റ്റ് ക്ലാസ് ചെയ്തിരുന്നു ബേസിക്സ് ഓഫ് ഇന്ത്യ, അല്ലെ, ഇന്ത്യയെ സംബന്ധിച്ചുള്ള ബേസിക് ഫാക്ട്സുകൾ അടങ്ങുന്ന ഒരു വീഡിയോ പാർട്ട് 1 നമ്മൾ നേരത്തെ ചെയ്തിരുന്നു. അത് കാണാത്തവരുണ്ട്, ആ ഒരു പാർട്ട് കണ്ടിട്ട് വേണം ഈ പാർട്ട് 2 ഇന്നത്തെ നമ്മൾ ഈ വീഡിയോ കാണാനായിട്ട്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിക്സ് ഓഫ് ഫാക്ട്, ഇന്ത്യ ഫാക്ട് പാർട്ട് 2 ആണ്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ചുള്ള കുറേ ഫാക്റ്റുകളും അതുപോലെ തന്നെ ഇന്ത്യയുടെ ബൗണ്ടറീസും മറ്റു കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. ഈ ഒരു ക്ലാസ്സിൽ വളരെ ചെറിയൊരു പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഇതൊരു ചെറിയൊരു പാർട്ടാണെങ്കിലും എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. സ്ഥിരമായി നമ്മുടെ എക്സാമിന് ചോദിക്കുന്ന ഒരു പോർഷനാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ കേട്ടോ. വളരെ ഈസി ടോപ്പിക്കാണ്, ഒരു ഈസി പോർഷനാണ്, ആണെങ്കിലും കൺഫ്യൂസ്ഡ് അടിച്ച് നമ്മൾ വളരെയധികം തെറ്റിക്കുന്ന ഒരു ഭാഗം കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഏതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ രാജ്യത്തിലെ ലാറ്റിറ്റ്യൂഡുകളെയും ലോണ്ടിറ്റ്യൂഡുകളെയും പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഈ ലാറ്റിറ്റ്യൂഡും ലോണ്ടിറ്റ്യൂഡുകളും, അല്ലേ? എന്താണ് ഈ സംഭവം? നമ്മൾ മുമ്പ് 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്തായിരിക്കും ഇതിനെപ്പറ്റി കേട്ടിട്ടുള്ളത്, അല്ലേ? ലാറ്റിറ്റ്യൂഡും ലോണ്ടിറ്റ്യൂഡും എന്നൊക്കെ പറഞ്ഞല്ലേ, അക്ഷാംശ രേഖയെന്നും രേഖാംശ രേഖയെന്നൊക്കെ മലയാളം മീഡിയത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? എന്താണ് ഈ സംഭവം? ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമുക്ക് കാണാൻ സാധിക്കൂടാ ഈ ഒരു സാധനം? ലാറ്റിറ്റ്യൂഡ് ലോണ്ടിറ്റ്യൂഡ് എന്ന സാധനത്തെ നമുക്ക് കാണാൻ പറ്റുമോ? കാണാൻ പറ്റും, അല്ലേ? നമുക്കിത് കാണാൻ സാധിക്കും. എവിടെയെന്നറിയോ ഇത് കാണാൻ സാധിക്കുന്നത്? ഇതിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ഗ്ലോബിൽ, അല്ലേ? നമ്മുടെ ഗ്ലോബില്ലേ, നമ്മുടെ ഗ്ലോബിലും അതുപോലെ തന്നെ നമ്മുടെ മാപ്പിലും, നമ്മുടെ ഗ്ലോബിലും മാപ്പിലും ഒക്കെ ഇങ്ങനെ കുറേ വരകൾ കണ്ടിട്ടുണ്ടോ, അല്ലേ? ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും ഇങ്ങനെ കുറേ ലൈൻസ് ഉണ്ട്. എവിടെ? നമ്മുടെ മാപ്പുകളിലും നമ്മുടെ ഗ്ലോബിലുമൊക്കെ, അല്ലേ? നമ്മൾ ഈ കാണുന്ന ഈ ലൈനുകളെയാണ് എന്ത് പറയുന്നത്? ലാറ്റിറ്റ്യൂഡുകളെന്നും ലോണ്ടിറ്റ്യൂഡുകളെന്നും പറയുന്നത്. അപ്പോൾ എന്താണ് ലാറ്റിറ്റ്യൂഡ് ലോണ്ടിറ്റ്യൂഡ്, അല്ലെങ്കിൽ എന്താ കാണാൻ പറ്റുമെന്ന് ചോദിച്ചാൽ കാണാൻ പറ്റും. എവിടെ കാണാൻ പറ്റും? ഗ്ലോബിലും മാപ്പിലൊക്കെ നമ്മൾ കാണുന്ന അങ്ങനെയുള്ള ഹൊറിസോണ്ടലായിട്ടുള്ളതും വെർട്ടിക്കലായിട്ടുള്ള ലൈൻസുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലാറ്റിറ്റ്യൂഡും ലോണ്ടിറ്റ്യൂഡും എന്ന് പറയുന്നത്, അല്ലേ? ഞാൻ പറഞ്ഞു ഇത് ഗ്ലോബിലാണല്ലേ. ഗ്ലോബ് എന്ന് പറയുമ്പോൾ ശരിക്കും എന്താ നമ്മൾ എന്തായിട്ടാണ് ഈ ഗ്ലോബിനെ കൺസിഡർ ചെയ്യുന്നത്? ഭൂമി, നമ്മുടെ എർത്തായിട്ട് നമ്മൾ ആരെ കൺസിഡർ ചെയ്യുന്നത്? ഒരു ഗ്ലോബിനല്ലേ. അപ്പോൾ ശരിക്കും നമ്മുടെ ഭൂമിയിൽ ഇങ്ങനത്തെ ഒരു വര ഉണ്ടോടാ? നമ്മുടെ തറയിലൊക്കെ നോക്കി ഇങ്ങനത്തെ ഒരു വരയുണ്ടോ? ഇല്ല, അല്ലേ? അപ്പോൾ ഇതെന്താണ്? ഇതൊരു ഇമാജിനറി ലൈനാണ്, ഒരു സാങ്കല്പിക രേഖ മാത്രമാണ്. നമ്മൾ തന്നെ വരച്ച ഒരു ഇമാജിനറി ലൈൻസ്, ഒരു സാങ്കല്പിക രേഖ മാത്രമാണ് എന്ത്? ലാറ്റിറ്റ്യൂഡും ലോണ്ടിറ്റ്യൂഡ്സും എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലേത് ലൈനാണ് ലാറ്റിറ്റ്യൂഡ്, ഇതിലേത് ലൈനാണ് ലോണ്ടിറ്റ്യൂഡ്? കാരണം രണ്ട് ലൈൻ നമ്മൾ കണ്ടു, അല്ലേ? ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈൻസും ഉണ്ട്, വെർട്ടിക്കലായിട്ട് വരുന്ന ലൈൻസും ഉണ്ട്. ഇതിലേതാണ് ലാറ്റിറ്റ്യൂഡ്, ഇതിലേതാണ് ലോണ്ടിറ്റ്യൂഡ്? ഇതിലെ ഹൊറിസോണ്ടൽ ലൈനുകളാണ്, ഇതിലെ ഹൊറിസോണ്ടലായിട്ട് വരുന്ന ലൈൻസ് ആണ് ലാറ്റിറ്റ്യൂഡുകൾ. ലാറ്റിറ്റ്യൂഡ് ഏതാണ്? ഒരു ഗ്ലോബിലെ എന്ത് ലൈൻസാ? ഹൊറിസോണ്ടൽ ലൈനുകളാണ് ലാറ്റിറ്റ്യൂഡ്. ഒരു ഗ്ലോബിലെ വെർട്ടിക്കൽ ലൈൻസ് ആണ് ലോണ്ടിറ്റ്യൂഡ്. കേട്ടോ, ലോണ്ടിറ്റ്യൂഡ് ഏതാണ്? ഒരു ഗ്ലോബിലെ വെർട്ടിക്കലായിട്ട് വരുന്ന ലൈൻസുകളാണ് എന്ത്? ലോണ്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടു എന്താ ലാറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ എങ്ങനെ ഇരിക്കും എന്നൊക്കെ നമ്മൾ കണ്ടു, അല്ലേ? ഇപ്പം ഞാൻ പറഞ്ഞതൊരു ഇമാജിനറി ലൈനാണ്, അല്ലേ? ഇതെന്താണ്? ഇതൊരു സാങ്കല്പിക രേഖ മാത്രമാണ് എന്ത്? ലാറ്റിറ്റ്യൂഡും ലോണ്ടിറ്റ്യൂഡും നമ്മൾ തന്നെ വരച്ചൊരു സംഭവമാണ്, അല്ലേ? അപ്പോൾ ഇത് നമ്മൾ ചെയ്യണമെങ്കിൽ നമുക്കതിന് എന്തെങ്കിലും ഉപയോഗം വേണം, അല്ലേ? എന്താണ് ലാറ്റിറ്റ്യൂഡുകളുടെയും ലോണ്ടിറ്റ്യൂഡിൻ്റെയും ഉപയോഗം? എന്താണ് ഈ പറയുന്ന ലാറ്റിറ്റ്യൂഡിൻ്റെയും ലോണ്ടിറ്റ്യൂഡിൻ്റെയും ഉപയോഗമെന്ന് നമുക്ക് മനസ്സിലാവണം, അല്ലേ? അപ്പോൾ ഫസ്റ്റ് എന്താണ് ലാറ്റിറ്റ്യൂഡ്, അല്ലേ? എന്താണ് ലാറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ എന്താണ് ലാറ്റിറ്റ്യൂഡിൻ്റെ ഉപയോഗം? അപ്പോൾ ലാറ്റിറ്റ്യൂഡ് എന്ന് ഞാൻ പറഞ്ഞു തന്നു, ഒരു ഗ്ലോബിലെ ഹൊറിസോണ്ടൽ ലൈനുകളാണ് എന്ത്? ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്, അല്ലേ? എന്താണ് ഇതിൻ്റെ ഉപയോഗം? ഒരു ലാറ്റിറ്റ്യൂഡിൻ്റെ ഉപയോഗം എന്താണ്? 2 ഉപയോഗങ്ങളാണ് നമുക്കുള്ളത്. ഫസ്റ്റ് ഉപയോഗം എന്ന് പറയുന്നത് ഒരു സ്ഥലത്തിൻ്റെ പൊസിഷൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തിൽ കൂടെ? ആ ഒരു സ്ഥലത്തെ ലാറ്റിറ്റ്യൂഡിൽ കൂടെ. കേട്ടോ, ഫസ്റ്റ് ലാറ്റിറ്റ്യൂഡിൻ്റെ ആദ്യത്തെ ഉപയോഗം എന്താണെന്ന് ചോദിച്ചാൽ എന്താടാ? ഒരു പ്രദേശത്തിൻ്റെ, ഒരു സ്ഥലത്തിൻ്റെ, ഈ ഭൂമി, ഇതാണ് നമ്മുടെ ഭൂമി, അല്ലേ? ഈ റൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ എർത്താണ്, ഗ്ലോബ് എന്ന് പറഞ്ഞാൽ എർത്താണല്ലേ. ഈ ഭൂമിയിൽ ഒരു സ്ഥലം, ഇപ്പം എൻ്റെ അടുത്ത് ഒരാൾ ചോദിക്കുകയാണ് ഈ ഒരു ഭൂമിയിൽ എവിടെയാണ് ഇന്ത്യ ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ
ഇന്ത്യ എവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ എവിടെ വേണോ ഇന്ത്യ ഇരിക്കുക അല്ലേ. പക്ഷെ കൃത്യമായി എനിക്ക് ഇന്ത്യയെ ഇതിൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റും. എന്തിൽ കൂടെ? ഇന്ത്യയുടെ ലാറ്റിറ്റ്യൂഡ് പൊസിഷനിൽ കൂടെ. അതെങ്ങനെയാണെന്ന് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്കത് മനസ്സിലാവും അതെങ്ങനെയാണ്. അപ്പം ഫസ്റ്റ് കാര്യം എന്തെന്ന് ചോദിച്ചാൽ ഒരു സ്ഥലത്തിൻ്റെ എന്താണ് എക്സാക്റ്റ് പൊസിഷൻ ഈ ഭൂമിയിൽ എവിടെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത്തത് ആ ഒരു പ്രദേശത്തിൻ്റെ ലാറ്റിറ്റ്യൂഡ് അറിയാമെങ്കിൽ ആ ഒരു പ്രദേശത്തിൻ്റെ കാലാവസ്ഥ ക്ലൈമറ്റ് നമുക്ക് പറയാൻ സാധിക്കും കേട്ടോ. ആ ഒരു പ്രദേശത്തിന് എന്ത് പറയാം? ക്ലൈമറ്റ്. അവിടെ വലിയ ചൂട് കൂടിയ സ്ഥലമാണോ, വളരെ തണുപ്പ് കൂടിയ സ്ഥലമാണോ, ഇനി ഒരു മോഡറേറ്റ് ടെമ്പറേച്ചർ ഉള്ള സ്ഥലമാണോ, വലിയ തണുപ്പുമില്ല വലിയ ചൂടുമില്ലാത്ത പ്രദേശമാണോ എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തിൽ കൂടെ? ആ ഒരു സ്ഥലത്തിൻ്റെ എന്താണ് ലാറ്റിറ്റ്യൂഡ് അറിയാമെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ട് ഉപയോഗം അല്ലേ. ഒന്ന് എക്സാക്റ്റ് പൊസിഷനും രണ്ടാമത്തെ എന്താണ് ക്ലൈമറ്റുമാണ്. അപ്പോൾ അതിന് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പോകുന്നതെന്നാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ റൗണ്ട് ഇതാണ് നമ്മുടെ ഭൂമി അല്ലേ. എനിക്ക് ആദ്യം ലാറ്റിറ്റ്യൂഡാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. ലാറ്റിറ്റ്യൂഡ് പറഞ്ഞാൽ എന്താണ്? ഒരു ഗ്ലോബിൽ വരയ്ക്കുന്ന ഹൊറിസോണ്ടൽ ലൈൻസ് ആണല്ലേ. സോ ഈ ഗ്ലോബിൽ ഈ ഒരു ഗ്ലോബ് അല്ലെങ്കിൽ ഈ റൗണ്ട് നമ്മുടെ ഭൂമിയായിട്ട് കൺസിഡർ ചെയ്യുന്ന ഈ ഒരു വട്ടത്തിൽ എൻ്റെ കയ്യിൽ വേറെ മെഷർമെൻറ്റ്സ് ഒന്നും തന്നെ ഇല്ല. പക്ഷേ ഇതൊരു സർക്കിൾ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ നടുക്ക് ഞാൻ എന്ത് ചെയ്തു? ഒരു വര അങ്ങ് വരച്ചു. അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്കറിയാം ഭൂമിയുടെ ഷേപ്പ് എന്തല്ല, സർക്കിൾ അല്ല, ഒരു ജിയോയുടെ ഷേപ്പ് ആണല്ലേ. പക്ഷെ ആണെങ്കിൽ പോലും നമ്മൾ നോർമലി വരയ്ക്കുന്നത് എന്താണ്? റൗണ്ടായിട്ട് തന്നെയാണല്ലേ, സർക്കിളായിട്ട് തന്നെയാണ്. സോ സർക്കിളായിട്ടൊരു വര വരച്ചു. അതിൻ്റെ സെൻറ്ററിൽ ഞാനൊരു വര വരച്ചു കണ്ടല്ലോ. എനിക്ക് ഞാനൊരു പേര് കൊടുത്തു. എന്താ? അതിന് ഞാൻ വിളിച്ച പേരാണ് ഇക്വേറ്റർ എന്ന് വിളിച്ചു. അതിന് ഞാൻ എന്തെന്ന് വിളിച്ചു? ഇക്വേറ്റർ അഥവാ ഭൂമധ്യരേഖ. കറക്റ്റ് ആണല്ലേ. ഇതെന്ന് പറയുന്നത് എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? ഭൂമി, അതിൻ്റെ സെൻറ്ററിൽ മധ്യത്തിൽ ഒരു വര, രേഖ, ഭൂമധ്യരേഖ. ഇംഗ്ലീഷിൽ പറയും ഇക്വേറ്റർ എന്ന് പറയും. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു വര വരച്ച് വെച്ചിട്ടുണ്ട്, ഭൂമധ്യരേഖ, ഇക്വേറ്റർ എന്നൊരു വര. അതിനെനിക്ക് വേറെ മെഷർമെൻറ്റ്സോ അളവോ ഒന്നും തന്നെ വേണ്ടല്ലേ. പക്ഷെ എനിക്കിനി ഇതുപോലെ ഇവിടെ ഹൊറിസോണ്ടൽ ലൈൻസ് വരയ്ക്കണം. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ഡിസ്റ്റൻസിൻ്റെ അല്ലേ. കാരണം ഇതെത്രയാണോ ഡിസ്റ്റൻസ്, ഇത് എക്സ് ആണെങ്കിൽ ഇതും എന്ത് തന്നെയായിരിക്കും? എക്സ് ആയിരിക്കും. ഇത് എക്സ് കിലോമീറ്റർ ആണെങ്കിൽ ഇതും എക്സ് കിലോമീറ്റർ തന്നെയാണ്. സോ ഇവിടെ വരുന്ന ഓരോ ഡിസ്റ്റൻസിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് എന്ത് ചെയ്യണം? ഓരോ ഹൊറിസോണ്ടൽ ലൈൻസ് എനിക്ക് വരയ്ക്കണം. പക്ഷേ ഓരോ ഹൊറിസോണ്ടൽ വരയുടെ ഡിസ്റ്റൻസ് എന്തായിരിക്കണം? എല്ലാം സെയിമും ആയിരിക്കണം. സോ എനിക്ക് എങ്ങനെ ഇത് വരയ്ക്കാൻ സാധിക്കും അല്ലേ. അപ്പോൾ ഇതൊരു സർക്കിളാണല്ലേടാ, ഇതൊരു സർക്കിളാണ് അല്ലേ. ദെൻ ഇത്രയെന്ന് പറയുമ്പോൾ ഒരു സർക്കിളിൻ്റെ എത്ര ആംഗിളാണ്? ഇത്രയെന്ന് പറയുമ്പോൾ ഇത്രയും പാർട്ട് എന്ന് പറയുമ്പോൾ 90 ഡിഗ്രിയാണ് അല്ലേ. ഇത്രയെന്ന് പറഞ്ഞാൽ എന്താണ്? 90 ഡിഗ്രിയാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ വരച്ചുകൂടെ? ഇതിപ്പം 0 ഡിഗ്രി അല്ലേ. ഇക്വേറ്റർ എന്താ? 0 ഡിഗ്രി. ഇവിടെ നിന്ന് ഇത് 1 ഡിഗ്രി, ഇത് 2 ഡിഗ്രി, 3 ഡിഗ്രി, 4 ഡിഗ്രി, 5 ഡിഗ്രി, 6, അങ്ങനെ എത്ര ഡിഗ്രി വരാം? 90 ഡിഗ്രി അല്ലേ. ഈ 90 ഡിഗ്രി എനിക്ക് അവിടെയുണ്ട്. സോ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവിടെ ഓരോ ഡിഗ്രിക്കും ഞാൻ എന്ത് ചെയ്യടാ? ഓരോ വര വരച്ചു. ഓരോ ഡിഗ്രിക്കും ഞാൻ എന്ത് ചെയ്തു? ഓരോ വര ഞാൻ വരച്ചു. അപ്പോൾ ടോട്ടലി എത്ര ഹൊറിസോണ്ടൽ ലൈൻസ് എനിക്ക് വരയ്ക്കാം? ഓരോ ഡിഗ്രിക്ക് ഓരോ വര. അപ്പോൾ മൊത്തവും എത്ര വര? 90 ലൈൻസ്. കാരണം ഇത് മൊത്തം എത്ര ഡിഗ്രിയാ? 90 ഡിഗ്രി ഉണ്ടല്ലേ. ഓരോ ഡിഗ്രിക്ക് ഓരോ വരയാണെങ്കിൽ 90 ഡിഗ്രിക്ക് എനിക്ക് എത്ര ലൈൻസ് വരയ്ക്കാം? 90 ലൈൻസ്. എനിക്ക് 90 ഹൊറിസോണ്ടൽ ലൈൻസ് എനിക്ക് എന്ത് ചെയ്യാം? വരയ്ക്കാൻ സാധിക്കും അല്ലേ. അത് മാത്രമല്ല ഇതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അല്ലേ, ഈ ഓരോ ഡിഗ്രിക്കും ഇടയുള്ള ഡിസ്റ്റൻസ് എന്ത് തന്നെയായിരിക്കും? സെയിം ആയിരിക്കും അല്ലേ. എല്ലാം ഈക്വൽ ആയിരിക്കും അല്ലേ. നമ്മൾ ഈ കണ്ടിട്ടില്ലേ, സെക്ടർ ബേസ് ചെയ്ത് സെക്ടറായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സർക്കിളിനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഓരോ സെക്ടറും എന്താ? ഓരോ അളവല്ല, എല്ലാം ഈക്വൽ അളവാണ് അല്ലേ. സോ ഇതിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എല്ലാം എന്തായിരിക്കും? സെയിം ആയിരിക്കും അല്ലേടാ. എടാ ഇവിടെ 90 ലൈൻസ് ഉണ്ട്, ഇവിടെ മാത്രം 90 ലൈൻസ്. സെയിം ഇവിടെയും അങ്ങനെയല്ലേ. എത്ര ലൈൻസ് വരും അങ്ങനെയാണെങ്കിൽ? ഇവിടെയും 90 ലൈൻസ്. കാരണം മൊത്തം എത്ര ഡിഗ്രി? 90 ഡിഗ്രി. അപ്പോൾ ഇവിടെ താഴെയും എത്ര ലൈൻസ് വരും? 90 ലൈൻസ് വരും. അങ്ങനെയാണെങ്കിൽ ഒരു ഗ്ലോബിൽ എത്ര ഹൊറിസോണ്ടൽ ലൈനുകൾ കാണും? ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറഞ്ഞാൽ ആരാടാ? ലാറ്റിറ്റ്യൂഡ് കാണും. ഒരു ഗ്ലോബിൽ എത്ര ലാറ്റിറ്റ്യൂഡ് കാണും? അങ്ങനെയാണെങ്കിൽ ഇത് 90 അല്ലേ. ഇവിടെ 90, താഴെ 90. 90ഉം 90ഉം 180. 180 ആണോ? 90 ഇവിടെ 90 കറക്റ്റ്, ഇവിടെ 90 കറക്റ്റ്, പ്ലസ് ഒരാൾ കൂടി. ആര്? ഇക്വേറ്റർ അല്ലേ.
ഇക്വേറ്റർ അല്ലേ നമ്മൾ ആദ്യം വരച്ച ഹൊറിസോണ്ടൽ ലൈൻ. ആദ്യം നമ്മൾ വരച്ച ഹൊറിസോണ്ടൽ ലൈൻ ആരാ? ഇക്വേറ്റർ ആണ് അല്ലേ. അതും ഒരു ലാറ്റിറ്റ്യൂഡാണ്. അപ്പൊ ടോട്ടൽ എത്ര ലാറ്റിറ്റ്യൂഡ് ഉണ്ട്? ടോട്ടൽ 181 ലാറ്റിറ്റ്യൂഡ്. ആരെയും കൂടെ കൂട്ടിയാൽ, ഇക്വേറ്ററിനും കൂടെ കൂട്ടിയാൽ മൊത്തം എത്ര ലാറ്റിറ്റ്യൂഡ് വരും? 181. എങ്ങനെയാ 181 കിട്ടിയത്? ഇവിടെ 90 ലൈൻസ്. എങ്ങനെയാ 90 ലൈൻസ് വന്നത്? 90 ഡിഗ്രി, 0 മുതൽ 90 ഡിഗ്രി, ഓരോ ഡിഗ്രിക്കും എന്താ? ഓരോ ലൈൻസ്. അങ്ങനെ 90 താഴെ സെയിം 90, 90ഉം 90ഉം 180, 180 പ്ലസ് 1 ആരാ? ഇക്വേറ്റർ. അങ്ങനെ എത്ര ലാറ്റിറ്റ്യൂഡ് ഒരു ഗ്ലോബിലുണ്ട്? ഒരു ഗ്ലോബിൽ 181 ലാറ്റിറ്റ്യൂഡുകൾ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ ഓരോ ഡിഗ്രിക്കും ഇടയിലുള്ള ഡിസ്റ്റൻസ് സെയിം ആണെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ എത്രയെന്നറിയോ? ഈ ഓരോ ലാറ്റിറ്റ്യൂഡിൻ്റെ ഡിസ്റ്റൻസ്, അതായത് 0 ഡിഗ്രി ടു 1 ഡിഗ്രി, ദെൻ 1 ഡിഗ്രി ടു 2 ഡിഗ്രി, 2 to 3, ഇതിൻ്റെ ഡിസ്റ്റൻസ് ശരിക്കും എത്ര കിലോമീറ്റർ എന്നറിയോ? പഠിച്ചു വെക്കുക, 111 കിലോമീറ്റർ ആണ് കേട്ടോ. രണ്ട് ലാറ്റിറ്റ്യൂഡുകൾക്ക് ഇടയിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ് ചോദിച്ചിട്ടുണ്ട്. മുമ്പ് വർഷത്തെ ചോദ്യമാണ്. രണ്ട് ലാറ്റിറ്റ്യൂഡുകൾക്ക് ഇടയിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? 111 കിലോമീറ്റർ. അതായത് നമ്മൾ ഒരു സൗത്തിൽ നിന്നും, നമ്മളിപ്പം തിരുവനന്തപുരത്താണ് ജീവിക്കുന്നതെങ്കിൽ തിരുവനന്തപുരത്ത് നിന്നും നമ്മളൊരു എറണാകുളം വരെ യാത്ര ചെയ്യുകയാണെങ്കിൽ ഒരു 2 ലാറ്റിറ്റ്യൂഡ് ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കടക്കും. കാരണം തിരുവനന്തപുരം തൊട്ട് നമ്മുടെ എറണാകുളം വരെ 210 കിലോമീറ്റർ ഉണ്ടല്ലേ. 210 എന്ന് പറയുമ്പോൾ 111 ഇൻറ്റു 2 ആവുന്നില്ല, 2നോട് അടുപ്പാവുന്നു. അപ്പോൾ എറണാകുളം കുറച്ച് മുകളിലോട്ട് കഴിഞ്ഞാൽ, എറണാകുളം കഴിഞ്ഞ് കുറച്ചുകൂടെ മുകളിലോട്ട് പോയാൽ കൃത്യമായി പറഞ്ഞാൽ എത്ര ലാറ്റിറ്റ്യൂഡ് നമ്മൾ കടക്കും? 2 ലാറ്റിറ്റ്യൂഡ് നമ്മൾ കടന്നിരിക്കും. 111 കിലോമീറ്റർ ആണ് 2 ലാറ്റിറ്റ്യൂഡ്, 2 ഹൊറിസോണ്ടൽ ലൈനുകൾക്കിടയിലുള്ള എന്തെന്ന് പറയുന്നത്? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. എത്രയാണ്? 111 കിലോമീറ്റർ ആണ്. ഇത് 111 എല്ലാം എത്രയാണ്? എല്ലാം എത്രയാണ്? 111 തന്നെയാണ്. അപ്പോൾ എത്ര ഹൊറിസോണ്ടൽ ലൈൻസ് ഒരു ഗ്ലോബിൽ ഉണ്ടെന്ന് ചോദിച്ചാൽ എത്രയാടാ? 181. നമ്മൾ ഈ 181 നമ്മൾ എന്ത് ചെയ്യണ്ട? കാണാതെ പഠിക്കേണ്ട. നമ്മൾ ആകപ്പാടെ പഠിക്കേണ്ടത് 5 ലാറ്റിറ്റ്യൂഡുകളാണ്. നമ്മൾ ആകപ്പാടെ പഠിക്കേണ്ടത് എത്രയാണ്? 5 ലാറ്റിറ്റ്യൂഡുകളാണ്. അതിൽ ഫസ്റ്റ് വൺ നമ്മുടെ 0 ഡിഗ്രി. 0 ഡിഗ്രി ആരാടാ? 0 ഡിഗ്രി നമ്മുടെ ഇക്വേറ്റർ അല്ലേ. ആദ്യത്തെ ഭൂമധ്യരേഖ 0 ഡിഗ്രി ഇക്വേറ്റർ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ലാറ്റിറ്റ്യൂഡാണ് ദാ മുകളിൽ ഞാൻ വരച്ചിരിക്കുന്നത്. ഇതിൻ്റെ പേരാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയും. എന്താണ് പേര്? ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ഇതിൻ്റെ ഡിഗ്രി എത്രയെന്നറിയോ? ഇതിൻ്റെ ഡിഗ്രി 23.5 ഡിഗ്രി നോർത്താണ്. എന്തുകൊണ്ടാണ് എന്നെന്ന് ഞാൻ കൊടുത്തത്? ഇത് നോർത്തേൺ ഹെമിസ്ഫിയർ ആണ് അല്ലേ. നോർത്തേൺ ഹെമിസ്ഫിയർ ആയതുകൊണ്ട് തന്നെ ഡിഗ്രി എത്രയാണ്? 23.5 ഡിഗ്രി നോർത്ത്. ദെൻ ഇത് 23.5 എങ്കിൽ ഇത് എത്ര ആയിരിക്കൂടാ? ഇത് 23.5 എങ്കിൽ ഇതും സെയിം എത്രയാ? 23.5 തന്നെയാണ് അല്ലേ. കാരണം അറ്റം 90 ഡിഗ്രി, ഈ അറ്റവും എന്താ? 90 ഡിഗ്രിയാണ്. അപ്പം അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇതും 23.5 തന്നെയാണ്. പക്ഷേ ഇവിടെ നമ്മൾ എഴുതുന്ന ലെറ്റർ എന്താ? എസ് ആ. എന്തുകൊണ്ട് എസ്? ഇത് സദേൺ ഹെമിസ്ഫിയർ ആണ് അല്ലേ. നേരത്തെ നോർത്തേൺ ഹെമിസ്ഫിയർ ആയതുകൊണ്ട് നമ്മൾ എന്ത് കൊടുത്തു? എൻ എന്ന് കൊടുത്തു. ഇവിടെ നമ്മൾ എന്ത് കൊടുത്തു? 23.5 ഡിഗ്രി എസ്. എന്തുകൊണ്ട്? സദേൺ ഹെമിസ്ഫിയർ. ഇതിൻ്റെ പേരാണ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്ന് പറയും. എന്താണ്? ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. നമ്മൾ ഇതിനെ മലയാളത്തിൽ പറയും ഇതിനെ ഉത്തരായന രേഖ. ഉത്തരം മീൻസ് എന്താ? നോർത്ത് അല്ലേ. ഉത്തരായന രേഖ. ഉത്തരത്തിന് നേരെ ഓപ്പോസിറ്റ് ദക്ഷിണം. ഇതെന്താ? ദക്ഷിണായന രേഖ അല്ലേ. ഉത്തരം നോർത്ത്, സൗത്ത്, ദക്ഷിണം കേട്ടോ. ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. രണ്ടുപേരുടെ ഡിഗ്രി സെയിം ആണ്, 23.5. പക്ഷെ ഇവർ എങ്ങനെയാണ് ഡിഫറൻസ് ചെയ്യുന്നത്? ഇംഗ്ലീഷ് ലെറ്റർ ആണ് അല്ലേ. എൻ ആണ് 23.5, എൻ ആണ് അത് ക്യാൻസർ. 23.5 എസ് ആണ് അതാരാ? ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. ഓക്കെ. ഇനി ഇതുപോലെ 2 കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അതാരെന്നറിയോ? ദാ മുകളിൽ ഡിഗ്രി 66.5 ഡിഗ്രി നോർത്ത്. 66 ഡിഗ്രി നോർത്ത് അല്ലേ. അപ്പം ഇതെത്രയായിരിക്കും? ഇതും 66.5 ഡിഗ്രി, പക്ഷേ എസ് സൗത്ത്. പേരെന്താണെന്നറിയോ? നമ്മുടെ ഈ 2 പോളല്ലേടാ. ഈ 2 സ്ഥലവും നമ്മുടെ പോളാണല്ലേ. നമുക്ക് 2 പോളാണുള്ളത്, ആർട്ടിക്കും അന്റാർട്ടിക്കും അല്ലേ. നോർത്ത് പോള് ആർട്ടിക് ആണോ അന്റാർട്ടിക് ആണോ? ഈ സ്ഥലം ആർട്ടിക് ആണോ അന്റാർട്ടിക് ആണോ? നോർത്ത് ഭൂമിയുടെ
നമ്മുടെ നോർത്ത് ആർട്ടിക് ആണല്ലേ, എന്താണ് ആർട്ടിക്. സോ 66.5 നോർത്തിനെ വിളിക്കുന്ന പേരാണ് ആർട്ടിക് സർക്കിൾ എന്ന് പറയും. ആർട്ടിക് വൃത്തം കേട്ടാ, ആർട്ടിക് സർക്കിൾ എത്ര 66.5 നോർത്ത്. അതുപോലെ തന്നെ താഴെ 66.5 എന്നറിയോ, അത് ആർട്ടിക് ആണെങ്കിൽ ഇതാരായിരിക്കൂടാ, ഇത് അന്റാർട്ടിക് സർക്കിൾ എന്ന് അറിയപ്പെടുന്നു. ഇതേതാണ് അന്റാർട്ടിക് സർക്കിൾ എന്ന് അറിയപ്പെടുന്നു. ഈ 5 പേര് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, പഠിച്ചിരിക്കാൻ കേട്ടാ. 0 ഡിഗ്രി ഇക്വേറ്റർ, മുകളിൽ 23.5 N നോർത്ത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ, താഴെ 23.5 S ആര് കാപ്രിക്കോൺ, തൊട്ട് മുകളിൽ വീണ്ടും 66 N ആർട്ടിക് സർക്കിൾ, താഴെ 66 S അന്റാർട്ടിക് സർക്കിൾ. ഈ 5 പേര് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, പഠിച്ചിരിക്കേണ്ട. ലാറ്റിറ്റ്യൂഡ് ടോട്ടൽ എത്ര ലാറ്റിറ്റ്യൂഡ് ഉണ്ട്, ടോട്ടൽ 181 ലാറ്റിറ്റ്യൂഡ് ഉണ്ട്, പക്ഷെ പഠിച്ചിരിക്കേണ്ട 5 പേരുകൾ. ഓക്കെ, ദെൻ ഇനി നമ്മൾ നോക്കാൻ പോണത് ഇമ്പോർട്ടൻറ്റ് സാധനം, ഇതിലേത് ലാറ്റിറ്റ്യൂഡ്, ഈ 5 പേരിൽ ഏത് ലാറ്റിറ്റ്യൂഡാണ് ഇന്ത്യയിൽ കൂടെ കടന്നു പോകുന്നത്, ഇന്ത്യയിൽ കൂടെ കടന്നു പോകുന്ന ലാറ്റിറ്റ്യൂഡ് ആരാടാ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുമ്പോൾ ഡിഗ്രി 23.5 എന്നാ എസ് ആടാ, എന്നാ എസ് ആ എൻ അല്ലേ. ഇന്ത്യയിൽ കൂടെ കടന്നു പോകുന്ന ലാറ്റിറ്റ്യൂഡ് ആരെന്ന് ചോദിച്ചാൽ ആരാ, 23.5 നോർത്ത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ഇതാ കണ്ടോ, നമ്മുടെ കറക്റ്റ് സെൻട്രിൽ കൂടെ അല്ലേ, ഇന്ത്യയുടെ കറക്റ്റ് സെൻട്രൽ കൂടെയാണ് ആര് കടന്നു പോകുന്നത്, ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്നത് അല്ലേ, കറക്റ്റ് മധ്യത്തിൽ കൂടെയാണല്ലേ. ഈ നമ്മുടെ രാജ്യത്തിൽ കൂടെ എന്ത് തന്നെ കടന്നു പോയാലും അടുത്ത് നമുക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് ആയിരിക്കും അല്ലേ. ഇപ്പൊ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഇന്ത്യ കൂടെ കടന്നു പോകുന്നുണ്ട്, കറക്റ്റ് സെൻട്രൽ കൂടെ കടന്നു പോകുന്നുണ്ട് അല്ലേ, പക്ഷേ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ കൂടെയാണ് ഇത് കടന്നു പോകുന്നത് അല്ലേ, നമുക്ക് നോക്കാം. ഏതൊക്കെ സംസ്ഥാനം നോക്കടാ. ഫസ്റ്റ് സ്റ്റേറ്റ് ആരാ, ഫസ്റ്റ് ഗുജറാത്ത്. ആരാണ്, ഗുജറാത്ത്, അങ്ങറ്റം അല്ലേ, വെസ്റ്റ് അറ്റം ഗുജറാത്ത്. അടുത്ത ആരാ, രാജസ്ഥാൻ. ആരാണ്, ഗുജറാത്ത്, രാജസ്ഥാൻ. ദെൻ മധ്യത്തിലായതുകൊണ്ട് തന്നെ ആരുണ്ട്, സെൻട്രൽ ആയതുകൊണ്ട് തന്നെ മധ്യപ്രദേശ് ഉണ്ട് അല്ലേ, സെൻട്രൽ ആയതുകൊണ്ട് തന്നെ സെൻട്രൽ മധ്യത്തിൽ ആരുണ്ട്, മധ്യപ്രദേശ്. മധ്യപ്രദേശ് കഴിഞ്ഞാലുള്ള ഓർഡർ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് അല്ലേ. മുകളിൽ UP, ബീഹാർ, വെസ്റ്റ് ബംഗാൾ ആണെങ്കിൽ താഴെ മധ്യപ്രദേശ്, അടുത്ത ആരാടാ, ഛത്തീസ്ഗഡ്, അതിൻ്റെ അടുത്ത് ആരാടാ, ജാർഖണ്ഡ്, അതിൻ്റെ അടുത്ത് ആരാടാ, വെസ്റ്റ് ബംഗാൾ. ലാസ്റ്റ് ക്ലാസ് നമ്മൾ പഠിച്ചതാണല്ലേ, ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പഠിച്ചതാണ്. ഇന്ത്യയുടെ മുകളിൽ UP, ബീഹാർ, വെസ്റ്റ് ബംഗാൾ ഓർഡർ ആണെങ്കിൽ താഴെ മധ്യപ്രദേശ്, അടുത്ത് ഛത്തീസ്ഗഡ്, ഛത്തീസ്ഗഡിൻ്റെ അടുത്ത് ആരാ, ജാർഖണ്ഡ്, ജാർഖണ്ഡിൻ്റെ അടുത്ത് ആരാ, വെസ്റ്റ് ബംഗാൾ അല്ലേ. അതല്ലേ ഓർഡർ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ. ദെൻ നോർത്ത് ഈസ്റ്റിൽ, കാരണം ഇവിടെ വെച്ച് ഇത് ബംഗ്ലാദേശിൽ പോകുന്നു, വീണ്ടും ഇന്ത്യ എത്തുന്നു. ഇന്ത്യയിൽ ആരൊക്കെയാണ് നോർത്ത് ഈസ്റ്റിൽ വരുന്നത്, ഏറ്റവും താഴെ അറ്റത്തെ 2 സംസ്ഥാനം അല്ലെ, ടെയിലെൻഡിൽ കിടക്കുന്ന ആരൊക്കെയാ, ത്രിപുരയും മിസോറാം അല്ലെ. ഇന്ത്യയുടെ ഇങ്ങി താഴെ അറ്റം ടെയിലെൻഡ് ആരൊക്കെയാണ്, മിസോറാമും, തൊട്ടുമുകളിൽ ആരാ, ത്രിപുരയും. അങ്ങനെ എത്ര സംസ്ഥാനം, ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങൾ കൂടെ എന്ത് കടന്നു പോകുന്നു, ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്നു. അപ്പോൾ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഇന്ത്യയിലെ എത്ര സ്റ്റേറ്റിൽ കൂടെയാണ് കടന്നു പോകുന്നതെന്ന് ചോദിച്ചാൽ എത്ര സ്റ്റേറ്റ് ആടാ, 8 സ്റ്റേറ്റ്. ഏതൊക്കെയാ 8, അങ്ങ് അറ്റത്ത് നിന്നാണ് വരുന്നത്, അറ്റം ഗുജറാത്ത്, അറ്റം അല്ലേ, വെസ്റ്റ് ഗുജറാത്ത്. ദെൻ രാജസ്ഥാൻ മിസ്സിംഗ് ആണ് കേട്ടോ, മിസ്സിംഗ് ആവില്ലേ, ഗുജറാത്ത് കഴിഞ്ഞ അടുത്ത ആരുണ്ട്, രാജസ്ഥാൻ. ദെൻ മധ്യത്തിൽ കൂടെ അല്ലേ പോകുന്നത്, സെൻട്രൽ കൂടെ പോകുന്നതുകൊണ്ട് തന്നെ ആര് വരും, ഫസ്റ്റ് മധ്യപ്രദേശ്. മധ്യപ്രദേശിന് ഓർഡർ അറിയാം, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ദെൻ അടുത്ത് ജാർഖണ്ഡ്, ജാർഖണ്ഡ് അടുത്ത് വെസ്റ്റ് ബംഗാൾ അല്ലേ. ദെൻ നോർത്ത് ഈസ്റ്റിൽ ആരൊക്കെ, ടെയിലെൻഡിൽ ആരൊക്കെ, ത്രിപുരയും മിസോറാമും. അങ്ങനെ എത്ര സ്റ്റേറ്റ്, 8 സ്റ്റേറ്റിൽ കൂടെ എന്ത് കടന്നു പോകുന്നു, ട്രോപ്പിക് ഓഫ് ക്യാൻസർ. എത്ര ഡിഗ്രി, 23.5 N ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ അറിയായിരിക്കും, ട്രോപ്പിക് ഓഫ് ക്യാൻസർ 23 എന്നൊക്കെ അറിയായിരിക്കും, പക്ഷെ ചാടിക്കയറി ഒരിക്കലും ആൻസർ ചെയ്യില്ല. കാരണം എന്താ പറയുമ്പോൾ ഈ സെയിം ഓപ്ഷൻസ് വേണമെങ്കിൽ, ഇപ്പം ഇന്ത്യയുടെ കടന്നു പോകുന്ന ലാറ്റിറ്റ്യൂഡ് ആര്, ട്രോപ്പിക് ഓഫ് ക്യാൻസർ നമുക്കറിയാം, 23 എന്ന് നമുക്കറിയാം, പക്ഷെ നമ്മൾ ചിലപ്പം ഈ ലെറ്റർ അങ്ങ് വിട്ടുപോകും. അവരിങ്ങനെ ഇടും, ട്രോപ്പിക് ഓഫ് ക്യാൻസർ 23 S, ശരിയോ തെറ്റോ, 23 ട്രോപ്പിക് ഓഫ് ക്യാൻസർ ശരിയാ, പക്ഷെ S ആണെങ്കിൽ അതങ്ങ് മാറിപ്പോവും. S ആണോടാ, S ആരാ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണാ. N വന്നാലേ അതാരാവും, ട്രോപ്പിക് ഓഫ്
ക്യാൻസർ ആവും. സോ എക്സാമിന് വരുമ്പം അത് ശ്രദ്ധിക്കണം കേട്ടോ. എന്നാണോ എസ് ആണോ എന്ന് എന്ത് ചെയ്യണം, ഉറപ്പ് വരുത്തണം. ക്യാൻസർ ആണ് എന്ത് തന്നെയാണ്, എന്ന് തന്നെ വരണം. എവിടെയാ? നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് ആര് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യ. ഫസ്റ്റ് ഒരു കാര്യം പറഞ്ഞില്ലേ, നമുക്കൊരു സ്ഥലത്തിൻ്റെ പൊസിഷൻ മനസ്സിലാക്കാൻ പറ്റും എന്തിൽ കൂടി? ആ ഒരു സ്ഥലത്ത് കടന്നു പോകുന്ന ലാറ്റിറ്റ്യൂഡിൽ കൂടി അല്ലേ. അപ്പം ഈ കാണുന്ന ഗ്ലോബിൽ ഭൂമിയിൽ എവിടെ ഇന്ത്യ ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇപ്പം നമുക്ക് പറയാം ഇന്ത്യ ഇരിക്കുന്നത് ഇവിടെ ഏതോ ഒരു ഭാഗത്താണ് അല്ലേ. ഈ ഭാഗത്ത് എവിടെയോ ആണ് ഇന്ത്യ. നമ്മൾ ഇവിടെ എവിടെയെങ്കിലും ചൂണ്ടിക്കാണിക്കോ? ഇല്ല. കാരണം ഇന്ത്യയെ കൂടെ എന്ത് കടന്നു പോകുന്നുണ്ട്? ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്നുണ്ട്. സോ ഇന്ത്യയുടെ പൊസിഷൻ നമുക്ക് മനസ്സിലായി, ഇന്ത്യ ഇരിക്കുന്നത് ഇവിടെ എവിടെയോ ആണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഫസ്റ്റ് ലാറ്റിറ്റ്യൂഡിൻ്റെ ഉപയോഗം എന്താ? ഒരു സ്ഥലത്തിൻ്റെ പൊസിഷൻ നമുക്ക് ഈ ഭൂമിയിൽ എവിടെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. ഇപ്പം നമ്മൾ സാധിച്ചു അല്ലേ? ഇന്ത്യയുടെ പൊസിഷൻ നമ്മൾ മനസ്സിലാക്കി, ഇവിടെയാണ്. എന്തുകൊണ്ട്? ഇന്ത്യയെ കൂടെ കടന്നു പോകുന്ന ലാറ്റിറ്റ്യൂഡ് ആര്? ട്രോപ്പിക് ഓഫ് ക്യാൻസർ. എത്ര ഡിഗ്രി? 23.5 ഡിഗ്രി നോർത്ത്. അപ്പോൾ എന്താ ലാറ്റിറ്റ്യൂഡ് എന്ന് കണ്ടല്ലോ. എങ്ങനെയുള്ള ലൈൻസാ? ഹൊറിസോണ്ടലായിട്ട് വരുന്ന ലൈൻസ്. എത്ര ലാറ്റിറ്റ്യൂഡ് ഉണ്ട് ഒരു ഗ്ലോബിൽ? മുകളിൽ 90 മനസ്സിലായല്ലോ. 0 ഡിഗ്രി ടു 90 ഡിഗ്രി, ഓരോ ഡിഗ്രിക്കും ഓരോ 19 ലൈൻസ്. താഴെ സെയിം 90 180 പ്ലസ് 1 ആരാ? ആദ്യം നമ്മൾ വരച്ചത് അല്ലേ. ഫസ്റ്റ് ഞാനൊരു വര വരച്ചില്ലേ? ആര്? ഇക്വേറ്റർ. ആ ഇക്വേറ്റർ വരച്ചതിന് ശേഷമാണ് നമ്മൾ മുകളിലോട്ട് താഴോട്ടൊക്കെ 90 എടുത്തത് അല്ലേ. സോ 181 ലാറ്റിറ്റ്യൂഡ്. രണ്ട് ലാറ്റിറ്റ്യൂഡുകൾക്ക് ഇടയിലുള്ള ഡിസ്റ്റൻസ് എത്ര കിലോമീറ്റർ ആണ്ട്രാ? 111 കിലോമീറ്റർ ആണ്. കണ്ടല്ലോ. അപ്പോൾ ഇന്ത്യയുടെ കടന്നു പോകുന്ന ലാറ്റിറ്റ്യൂഡ് കണ്ടല്ലോ. ഏതൊക്കെ സ്റ്റേറ്റ് എന്നും നമ്മൾ കണ്ടു. ഇനി ഞാൻ പറഞ്ഞില്ലേ, ഇത് വെച്ച് നമുക്കൊരു സ്ഥലത്തെ ക്ലൈമറ്റ് കൂടി മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ പൊസിഷൻ നമുക്ക് മനസ്സിലായി, പക്ഷെ ഇത് എങ്ങനെയാണ് ഈ ക്ലൈമറ്റ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു ഇത് വെച്ച്? അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഭൂമിയുടെ ഷേപ്പ് അല്ലേ, ഭൂമിയുടെ ഷേപ്പ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു സർക്കിൾ ആണോ? അല്ല. യഥാർത്ഥത്തിൽ എന്താ? ഒരു ജിയോഡ് ഷേപ്പാണ് അല്ലേ. ഒരു ജിയോഡ് ഷേപ്പാണ് ആരുടെ എന്ന് പറയുന്നത്? ഭൂമിയുടെ എന്ന് പറയുമ്പോൾ അല്ലേ. എന്ന് പറയുമ്പോൾ ഈ നടുക്ക് ഭാഗം, ഈ സെൻറ്റർ ഭാഗം കുറച്ച് എന്ത് ചെയ്തിട്ടുണ്ട്? തള്ളി നിൽപ്പുണ്ടല്ലേ. നമ്മുടെ മുട്ടയുടെ പോലെ ഒരു നടുക്ക്, ആ സെൻറ്റർ ഭാഗം കുറച്ച് എന്താണ്? തള്ളിയാണ് നിൽക്കുന്നത് അല്ലേ. അപ്പം നമ്മുടെ ഇവിടെയാണ് നമ്മുടെ സൂര്യൻ നിൽക്കുന്നത്. നമ്മുടെ സൂര്യൻ നിൽക്കുമ്പോൾ ഈ സൂര്യനുമായിട്ട് വളരെ ക്ലോസ് ഡിസ്റ്റൻസിലാണ് ഏത് പ്രദേശം? ഈ ഒരു പ്രദേശം നിൽക്കുന്നത്. ഭൂമിയുടെ ഈ നടുക്ക് സെൻറ്റർ ഭാഗം എന്ന് പറയുന്നത് കുറച്ച് ക്ലോസ് ഡിസ്റ്റൻസാണ്. എവിടെ കമ്പയർ ചെയ്യുമ്പോൾ? ഈ പ്രദേശങ്ങളെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ, ഈ പ്രദേശങ്ങളൊക്കെ പറഞ്ഞാൽ എന്താണ്? ഒരു ലോങ് ഡിസ്റ്റൻസ് ഉണ്ട് ആരുമായിട്ട്? സൂര്യനുമായിട്ട്. അതുകൊണ്ടാണ് ഈ പ്രദേശത്തെ നമ്മുടെ ഈ രണ്ട് പോളിലെയും വെള്ളം എന്തായിരിക്കുന്നത്? ഐസായിരിക്കുന്നത് അല്ലേ. നമ്മുടെ ഈ രണ്ട് പോളിലെയും വെള്ളമാണ് എന്തായിരിക്കും? ഐസ്. കാരണം അവിടെ എന്തെത്തൂല? സൂര്യൻ്റെ ചൂട് ആ ഒരു പ്രദേശത്ത് എന്തില്ല? റീച്ച് ആകുന്നില്ല അല്ലേ. അതുകൊണ്ടാണ് ഈ പ്രദേശത്തെ എന്താണ്? വെള്ളം അത്രയും ഐസ്. അപ്പം ഈ ഒരു ഡിസ്റ്റൻസ്, നമ്മുടെ ഈ നടുക്ക് സെൻറ്റർ ഭാഗം എന്ന് പറയുന്നത് സൂര്യനുമായി ഏറ്റവും ക്ലോസ് ഡിസ്റ്റൻസിൽ വരുന്ന ഒരു പ്രദേശം. സോ ഈ ഒരു പ്രദേശം പൊതുവെ എന്തായിരിക്കും? ചൂട് കൂടുതലായിരിക്കും അല്ലേ. ഭൂമിയുടെ സെൻറ്റർ ഭാഗം എന്ന് പറയുന്നത് പൊതുവെ എന്ത് കൂടുതലുള്ള സ്ഥലമാണ്? ചൂട് കൂടുതലായുള്ള സ്ഥലം. ഭൂമിയുടെ സെൻറ്റർ എന്ന് പറയുമ്പോൾ ഏത് ലാറ്റിറ്റ്യൂഡാടാ? ഭൂമിയുടെ സെൻറ്റർ എന്ന് പറയുമ്പോൾ ലാറ്റിറ്റ്യൂഡ് ആരാ? ഇക്വേറ്റർ അല്ലേ. ആരാ? ഇക്വേറ്റർ. അപ്പം ഇക്വേറ്റർ കടന്നു പോകുന്ന എല്ലാ രാജ്യങ്ങളിലും പൊതുവെ ടെമ്പറേച്ചർ എങ്ങനെയായിരിക്കും? വളരെ ഹൈ ആയിരിക്കും അല്ലേ. വളരെ ചൂട് കൂടിയ പ്രദേശമാണ് ഏത്? ഇക്വേറ്റർ കടന്നു പോകുന്ന സ്ഥലങ്ങളെല്ലാം അല്ലേ. പക്ഷെ ഇന്ത്യയുടെ കടന്നു പോകുന്നത് ഇക്വേറ്റർ ആണോ? അല്ല അല്ലേ. ഇന്ത്യയുടെ കടന്നു പോകുന്നത് ഇക്വേറ്റർ ആണോ? അല്ല. ഇത് ഈ ഒരു ഭാഗം ഭയങ്കര ചൂടാണെങ്കിൽ ഈ ഒരു ഭാഗം പൊതുവെ എന്തായിരിക്കൂടാ? ഈ ഒരു ഭാഗം പൊതുവെ നല്ല തണുപ്പുള്ള പ്രദേശമാണ് അല്ലേ. നമ്മുടെ പൊതുവെ തണുപ്പുള്ള സ്ഥലമാണ് അല്ലേ. പക്ഷേ നമ്മുടെ രാജ്യം ഭയങ്കര ചൂടുമല്ല, നമ്മുടെ രാജ്യം ഭയങ്കര തണുപ്പുമല്ല. കാരണം ഇന്ത്യയെ കൂടെ കടന്നു പോകുന്നത് ഇക്വേറ്ററുമല്ല, ആർട്ടിക്കുമല്ല, അന്റാർട്ടിക്കുമല്ല. ഇന്ത്യയെ കൂടെ കടന്ന ലാറ്റിറ്റ്യൂഡ് ആരാടാ? അത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആണല്ലേ. എന്ന് പറയുമ്പോൾ ദാ ഈ നടുക്ക് അല്ലേ, ഭൂമധ്യരേഖ, ഇക്വേറ്ററിനും പോളാറിനും ഇടയിലുള്ള പ്രദേശമാണ് ആര്? ട്രോപ്പിക് ഓഫ് ക്യാൻസർ അല്ലേ. അപ്പോൾ ഇടയിലായതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ ക്ലൈമറ്റ് പൊതുവെ എങ്ങനെയാണ്? ഒരു മോഡറേറ്റ് ആണ്. വലിയ ചൂടുമില്ല, വലിയ തണുപ്പുമില്ല. എന്നാൽ ചൂടും ഉണ്ട്, തണുപ്പും ഉണ്ട്. ഒരു മോഡറേറ്റ് ടെമ്പറേച്ചർ കാലാവസ്ഥയാണ് ഇവിടെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്ന രാജ്യങ്ങൾ. സെയിം
കാപ്രിക്കോണിലും അങ്ങനെയാണ്. കാപ്രിക്കോണിലും ഒരു മോഡറേറ്റ് എന്താണ് ടെമ്പറേച്ചർ ആണ്. കാരണം വലിയ ചൂടുള്ള പ്രദേശം എന്ന് പറയുമ്പോൾ ഭൂമിയുടെ ഏത് ഭാഗമാണ്? സെൻറ്റർ ഭാഗം, അതായത് ഇക്വേറ്റർ ഭാഗത്തിലാണ്. എന്തുകൊണ്ടാണ് ചോദിച്ചാൽ എന്തുകൊണ്ടാടാ ഈ ഒരു പ്ലേസ് അല്ലേ, ഈ ഒരു സെൻറ്റർ ഭാഗം കുറച്ച് ക്ലോസ് ഡിസ്റ്റൻസിൽ വരുന്നുണ്ട് ആരുടെ അടുത്ത്? സൂര്യനുമായിട്ട്. കാരണം ഭൂമിയുടെ ഷേപ്പ് എന്ത് ഷേപ്പാണ്? ഒരു ജിയോഡ് അല്ലേ, ജിയോഡ്, അതായത് സ്പിരിക്കൽ ഷേപ്പിലാണ് ആരിയിരിക്കുന്നത്? നമ്മുടെ ഭൂമി ഇരിക്കുന്നത്. ഓക്കെ, ഇതാ പറഞ്ഞത് നമുക്ക് ഒരു സ്ഥലത്ത് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ക്ലൈമറ്റും കാര്യവും മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഞാനൊരു ഉദാഹരണം വെറുതെ ചോദിക്കുകയാണ്. ഒരു രാജ്യം, എനിക്കിതിനെ അറിയില്ല, ഒരു 64½ നോർത്ത്, അങ്ങനെയാണെങ്കിൽ ഇതെവിടെ സ്ഥിതി ചെയ്യും? 64.5 നോർത്ത്. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിൽ എവിടെയായിരിക്കും സ്ഥിതി ചെയ്യുന്നത്? പൊസിഷനാണ് ഫസ്റ്റ് നമ്മൾ നോക്കാം. നമ്മൾ പൊസിഷനാണ് എവിടെയായിരിക്കും? ഇവിടെ ആയിരിക്കും അല്ലേ. ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിച്ചു. അതെങ്ങനെയാണ് ഇവിടെ ചൂണ്ടിക്കാണിച്ചത്? 64.5 അല്ലേ. കാരണം ഇവിടെയാണ് ആർട്ടിക് സർക്കിൾ 66.5 നോർത്ത് അല്ലേ. സോ ഇവിടെ എന്തുകൊണ്ട് ഇവിടെ ഞാൻ വെച്ചില്ല? കാരണം ഇതിലുണ്ട് എന്തെന്ന്? നോർത്ത് എന്നുണ്ട്. സോ നോർത്തേൺ ഹെമിസ്ഫിയർ കണ്ടല്ലോ. പൊസിഷൻ ക്ലൈമറ്റ് എങ്ങനെയായിരിക്കും? 66° ആർട്ടിക് സർക്കിൾ ആണല്ലേ. വളരെ തണുപ്പ് കൂടിയ ഒരു മേഖലയാണ്, തൊട്ടടുത്തല്ലേ കിടക്കുന്നത്. അപ്പോൾ ഈ സ്ഥലത്തെ ഈ ഒരു പ്രദേശത്തെ ക്ലൈമറ്റ് എങ്ങനെയായിരിക്കും? വളരെ തണുപ്പ് കൂടിയ ഒരു പ്രദേശം ആയിരിക്കും. കണ്ടല്ലോ. അപ്പോൾ ഇതാണ് ഇന്ത്യയിൽ കൂടെ കടന്നു പോകുന്ന ലാറ്റിറ്റ്യൂഡ്. ഓക്കെ അല്ലേടാ? 8 സ്റ്റേറ്റ് കേട്ടാ, 8 സ്റ്റേറ്റ് കൃത്യമായി പഠിച്ചിരിക്കുക. ഓക്കെ, നമുക്ക് അടുത്തിലോട്ട് പോയാലോ. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയിൽ കൂടെ കടന്നു പോകുന്ന ലോഞ്ചിറ്റ്യൂഡ് ആര്, അല്ലെങ്കിൽ എന്ത് ലോഞ്ചിറ്റ്യൂഡ്? നമ്മൾ നേരത്തെ ലാറ്റിറ്റ്യൂഡ് പറഞ്ഞ പോലെ തന്നെ ഒരു ഗ്ലോബിൽ വരയ്ക്കുന്ന എങ്ങനെയുള്ള ലൈൻസ്? വെർട്ടിക്കൽ ലൈൻസുകളാണ് ആര്? ലോഞ്ചിറ്റ്യൂഡ്. ലോഞ്ചിറ്റ്യൂഡിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് എന്താ? സമയം അറിയാൻ. ഒരു പ്രദേശത്തിൻ്റെ സമയം അറിയുവാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ലോഞ്ചിറ്റ്യൂഡുകൾ ഉപയോഗിക്കുന്നത് കേട്ടാ. ഒരു പ്രദേശത്ത് എന്തറിയാനാണ്? സമയം അറിയുവാൻ വേണ്ടിയാണ് കേട്ടാ. എങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്? ഒരു ഗ്ലോബിലുള്ള എങ്ങനെയുള്ള ലൈൻസ്? വെർട്ടിക്കലായിട്ട് വരുന്ന ലൈൻസുകളാണ് എന്ത്? ലോഞ്ചിറ്റ്യൂഡ്. അപ്പോൾ ഇന്ത്യക്ക് സ്വന്തമായ ഒരു സമയമുണ്ടോ? ഇന്ത്യക്ക് സ്വന്തമായി ഒരു സമയമുണ്ടോ? ഉണ്ടല്ലേ. അതാണ് ഏത്? IST അല്ലേ. ഏതാ? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം അല്ലേ. നമ്മുടെ രാജ്യത്തിന് സ്വന്തമായിട്ട് എന്തുണ്ട്? ഒരു സമയം ഉണ്ട്. അതാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. അതിൻ്റെ ഡിഗ്രി എത്രയെന്നറിയോ? 82.5° ഈസ്റ്റ്. ശ്രദ്ധിക്കണം, ഇന്ത്യ കൂടെ കടന്നു പോകുന്ന ലാറ്റിറ്റ്യൂഡ് 23.5° നോർത്ത്. പക്ഷേ ഇന്ത്യ കൂടെ കടന്നു പോകുന്ന ലോഞ്ചിറ്റ്യൂഡ് ചോദിച്ചാൽ എത്രയാണ്? 82.5° ഈസ്റ്റ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം 82.5° ഈസ്റ്റ് ആണ് ഇന്ത്യയിൽ കൂടെ കടന്നു പോകുന്ന എന്തെന്ന് പറയുന്നത്? ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യ കൂടെ കടന്നു പോകുന്നില്ലേ? അപ്പോൾ അടുത്ത ചോദ്യം എന്തായിരിക്കും? ഏതൊക്കെ സ്റ്റേറ്റ്? ഏതൊക്കെ സ്റ്റേറ്റ് എന്ന് നോക്കടാ. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ്. അപ്പോൾ 3 പ്രദേശങ്ങളുണ്ടല്ലേ. ഏതൊക്കെ പ്രദേശമുണ്ട്? ഉത്തർപ്രദേശുണ്ട്, മധ്യപ്രദേശുണ്ട്, ആന്ധ്രാപ്രദേശുണ്ട്, പ്ലസ് ഛത്തീസ്ഗഡ്, ഒഡീഷ. 5 സ്റ്റേറ്റ് കേട്ടാ. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം 82.5° കടന്നു പോകുന്നത് എത്ര സംസ്ഥാനങ്ങളിൽ കൂടെയാണ്? 5 സ്റ്റേറ്റ്. ഏതൊക്കെ പ്രദേശം? 3 പ്രദേശമുണ്ട്. ഏതൊക്കെ പ്രദേശം? ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ്. ഏതൊക്കെ പ്രദേശ്? UP, MP, AP. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ് പ്ലസ് CO കമ്പനി. CO ആര്? ഛത്തീസ്ഗഡ്, ഒഡീഷ. ഒഡീഷയും ഛത്തീസ്ഗഡും. അങ്ങനെ 5 സംസ്ഥാനങ്ങളിൽ കൂടെയാണ് എന്ത് കടന്നു പോകുന്നത്? ഇന്ത്യയുടെ ലോഞ്ചിറ്റ്യൂഡായ 82.5° ഈസ്റ്റ് കടന്ന് പോകുന്നത്. ഓക്കേടാ. എടാ, ഇത് 82.5° ഈസ്റ്റ് ആണല്ലേ. അതിനർത്ഥം ഇത് എവിടെന്നോ അല്ലേ, ഇതും ഒരു 0° എന്ന് വരുന്ന നമ്പറാണല്ലേ. 1 2 3 4 എന്ന് പറഞ്ഞ് എവിടെ എത്തി? 82.5 വരെ എത്തി അല്ലേ. ഈ ലാറ്റിറ്റ്യൂഡിൻ്റെ 0° നമ്മൾ കണ്ടതാണ്. ലാറ്റിറ്റ്യൂഡിൻ്റെ 0° ആരായിരുന്നു? ഇക്വേറ്റർ ആയിരുന്നു അല്ലേ. ലാറ്റിറ്റ്യൂഡിൻ്റെ 0° ആരാ? ഇക്വേറ്റർ ആണല്ലേ. ആരെന്നറിയോ ഈ ലോഞ്ചിറ്റ്യൂഡിൻ്റെ 0°? ലോഞ്ചിറ്റ്യൂഡിൻ്റെ 0° ആരെന്നറിയോ? ലോഞ്ചിറ്റ്യൂഡിൻ്റെ 0° എന്ന് പറയുന്നത് GMT ആണ് കേട്ടോ. ഏതാണ് GMT? ഗ്രീൻവിച്ച് മീൻ ടൈം കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലോഞ്ചിറ്റ്യൂഡിൻ്റെ കേട്ടോ സമയമേഖലകളുടെ സെൻറ്റർ എന്നറിയപ്പെടുന്നത് ആരാണ്? ലോഞ്ചിറ്റ്യൂഡിൻ്റെ സെൻറ്റർ GMT ആണ്, ഗ്രീൻവിച്ച് മീൻ ടൈം. ഇത് എവിടുത്തെ സമയം എന്നറിയോ? നമ്മുടെ ലണ്ടനിൽ കൂടെ കടന്നു പോകുന്ന സമയമാണ് കേട്ടോ. ലണ്ടൻ സിറ്റിയുടെ സമയം ഏതാണ്?
GMT. നമ്മൾ ഈ സ്പോർട്സ് ഒക്കെ കാണുമ്പോൾ നമുക്ക് കാണാൻ പറ്റും GMT IST എന്നൊക്കെ പറയും അല്ലേ. GMT എന്ന് പറയുന്നത് ആരുടെ സമയമാണ്? ലണ്ടൻ സിറ്റിയുടെ സമയമേഖലയാണ് എന്ത്? GMT, ഗ്രീൻവിച്ച് മീൻ ടൈം എന്ന് പറയും. അതാണ് ലോഞ്ചിറ്റ്യൂഡിൻ്റെ എന്തെന്ന് പറയുന്നത്? 0 ഡിഗ്രി എന്ന് പറയുന്നത് അല്ലേ. അവിടെ നിന്നാണ് 1 2 3 4 5 എന്ന് പറഞ്ഞ് ഇവിടെ എത്തുന്നത് ഇന്ത്യയിൽ 82.5 എത്തുന്നത്. അപ്പോൾ ഇവിടെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കും. നമ്മുടെ ഈ GMTയും ISTയും തമ്മിലുള്ള ടൈം ഡിഫറൻസ് എത്രയാണ്? അതായത് ലണ്ടൻ്റെ സമയവും ഇന്ത്യൻ സമയവും തമ്മിലുള്ള വ്യത്യാസം എത്ര മണിക്കൂറുകളാണ്? ഇന്ത്യൻ സമയവും ലണ്ടൻ സമയം എന്ന് പറയുമ്പോൾ ആരാ? GMTയും തമ്മിലുള്ള ടൈം ഡിഫറൻസ് എത്രയെന്ന് അറിയടാ? 5.5 മണിക്കൂറാണ്. എത്ര മണിക്കൂറാണ്? 5.5 മണിക്കൂറാണ് ഇവർ തമ്മിലുള്ള എന്തെന്ന് പറയുന്നത്? വ്യത്യാസം എന്ന് പറയുന്നത്. ആരൊക്കെ തമ്മിലാണ്? 5.5 മണിക്കൂർ. ആരൊക്കെ തമ്മിൽ? നമ്മുടെ GMTയും ISTയും തമ്മിലുള്ള ടൈം ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, എത്ര? 5.5. ഇനി വേറെ കാര്യമുണ്ട്. ഈ 5.5 എന്ന് പറയുന്നത് മുമ്പോട്ടാണോ പുറകിലോട്ടാണോ എന്ന് ഉദാഹരണം ഇപ്പം നമുക്ക് ഉച്ചയ്ക്ക് 12 മണി, നമുക്ക് ഉച്ചയ്ക്ക് 12 മണിയാണെങ്കിൽ ഇന്ത്യൻ സമയമാണ്. IST ഉച്ചയ്ക്ക് 12 മണിയാണെങ്കിൽ GMT എത്രയായിരിക്കും? GMT മീൻസ് ലണ്ടൻ വൈകുന്നേരമാണോ പുലർച്ചെയാണോ? ലണ്ടൻ്റെ സമയം എന്ന് പറയുമ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് 12 മണിയാണ്. ലണ്ടൻ വൈകുന്നേരമാണോ പകലാണോ? അത് രാവിലെ പുലർച്ചെയാണോ? അല്ലേ, നമുക്ക് 12 മണി എന്ന് പറയുമ്പോൾ ലണ്ടൻ നേരം പുലരാൻ പോകുന്നതേ ഉള്ളൂ. അതായത് ലണ്ടനേക്കാളും 5.5 മണിക്കൂർ മുന്നിലോട്ടാണ് നമ്മുടെ സമയം കേട്ടോ. ലണ്ടനേക്കാളും 5.5 മണിക്കൂർ മുമ്പിലോട്ടാണ് ആരുടെ സമയം എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ സമയം. നമുക്ക് വൈകുന്നേരം ആകുമ്പോൾ മാത്രമാണ് എവിടെ ഉച്ചയാവുള്ളൂ? ലണ്ടനിൽ ഉച്ചയാവും. കാരണം ലണ്ടനേക്കാളും 5.5 മണിക്കൂർ എഡ് അല്ലേ മുന്നിലോട്ടാണ് ISTയുടെ ടൈം എന്ന് പറയുന്നത് കേട്ടോ. 5.5 മണിക്കൂർ മുമ്പിലോട്ടാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. എത്ര സ്റ്റേറ്റ്? 5 സ്റ്റേറ്റ്. ഏതൊക്കെ? UP, MP, AP, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ് പ്ലസ് ഛത്തീസ്ഗഡ്, ഒഡീഷ. ഇങ്ങനെ 5 സംസ്ഥാനങ്ങളിൽ കൂടെയാണ് എന്ത് കടന്നു പോകുന്നത്? ഈ 82.5 ഡിഗ്രി ഈസ്റ്റ് കടന്നു പോകുന്നത്. കണ്ടല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ രാജ്യത്തിലെ ലാറ്റിറ്റ്യൂഡും അതുപോലെ തന്നെ ലോഞ്ചിറ്റ്യൂഡും. ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും കടന്നു പോകുന്ന സ്റ്റേറ്റുകൾ എന്ത് ചെയ്യുക? കൃത്യമായി പഠിച്ചിരിക്കുക കേട്ടോ. നിങ്ങൾ ഒരിക്കലും ആ ക്വസ്റ്റ്യൻ തെറ്റിക്കാതിരിക്കുക. മറ്റേതാണെങ്കിൽ 8 സ്റ്റേറ്റ്, ഇതാണെങ്കിൽ 5 സ്റ്റേറ്റ്. 8 ഒരു ഓർഡറിൽ പഠിക്കാം. ഗുജറാത്ത് അറ്റം അല്ലേ, രാജസ്ഥാൻ, പിന്നെ മധ്യത്തിലായതുകൊണ്ട് മധ്യപ്രദേശ്, പിന്നെ ആ ഓർഡർ അറിയാം. ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ. അപ്പുറത്തെ ടെയിൽ എൻഡിൽ അറ്റം വരുന്ന 2 സ്റ്റേറ്റ് ത്രിപുര, മിസോറാം. 8 പേര്. ഇത് 3 പ്രദേശം. ഏതൊക്കെ പ്രദേശം? ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ് അല്ലേ, ആന്ധ്രാപ്രദേശ്. ദെൻ CO ആരാ? ഛത്തീസ്ഗഡ്, ഒഡീഷ. 5 സ്റ്റേറ്റ് ഏത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം കടന്നു പോകുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേടാ? ഓക്കെ. അപ്പോൾ നമുക്കിനി ഈ ഒരു ഭാഗത്ത് നിന്ന് എക്സാമിന് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് തന്നെ നമുക്ക് ഇതിനെ പറ്റിയുള്ള ക്ലാസ്സുകൾ നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇന്ത്യൻ ജോഗ്രഫിയും അതുപോലെ തന്നെ വേൾഡ് ജോഗ്രഫിയുടെ ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഓഫ്ലൈൻ സെൻറ്ററുകൾ ഇപ്പോൾ കോഴിക്കോടുണ്ട്, അതുപോലെ തന്നെ ട്രിവാൻഡ്രത്തുണ്ട്, അതുപോലെ തന്നെ കൊട്ടാരക്കരയുണ്ട്. ഈ നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്താൽ നമുക്ക് ഇനി വരാൻ പോണ റെയിൽവേ എക്സാമിൻ്റെ ഫൗണ്ടേഷൻ കോഴ്സൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കുള്ള നിങ്ങൾക്ക് അഡ്മിഷന് വേണ്ടി ഈ ഒരു നമ്പർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കോൾ ചെയ്യാം. അതുപോലെ തന്നെ ഓൺലൈൻ ആണെങ്കിലും ഓൺലൈൻ ക്ലാസ്സുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകൾക്ക് നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ തന്നെ എന്ത് ചെയ്യാം? കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകൾ വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓൺലൈൻ ക്ലാസ്സിന് ലൈവ് ക്ലാസ്സസും ഉണ്ട്, അതുപോലെ തന്നെ റെക്കോർഡഡ് ക്ലാസ്സുകളും ഉണ്ട് കേട്ടോ. ലൈവായിട്ടുള്ള ക്ലാസ്സുകളുണ്ട്, പിന്നെ റെക്കോർഡ് ക്ലാസ്സുകളുണ്ട്. അതുപോലെ തന്നെ ഓൺലൈൻ മെൻറ്റർ സപ്പോർട്ടിങ്ങും നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ രാവിലെ നമുക്ക് ലൈവ് ക്ലാസ് ആണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം അതിൻ്റെ ഒരു പ്രാക്ടീസ് സെഷൻ ആയിരിക്കും പോകുന്നത്. അപ്പോൾ ആ പ്രാക്ടീസ് സെഷന് നിങ്ങൾക്കൊരു മെൻറ്ററിനെ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ മെൻറ്ററിൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ പ്രാക്ടീസ് സെഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ലൈവിൽ അല്ലെങ്കിൽ നമ്മുടെ ഓൺലൈൻ ബാച്ചിൽ പോകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ. അപ്പോൾ നമുക്കിനി ഈ ഒരു ഭാഗത്തിൽ നിന്നും എക്സാമിന് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പം ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയി 2023 തന്നെ ചോദിച്ച എക്സാമിന് ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇന്റർനാഷണൽ ബൗണ്ടറി ഈസ് ദി ലോങ്? സിമ്പിൾ ചോദ്യം, വളരെ സിമ്പിൾ. എനിക്ക് തോന്നുന്നത് CHSL എക്സാമിന് ചോദിച്ചതാണ് കേട്ടോ. വളരെ ഈസി ആയിട്ടൊരു ചോദ്യമാണ്. ഇതിലേറ്റവും നീളം കൂടിയ ബൗണ്ടറി ആരാ? ഇന്ത്യ ഏറ്റവും വലിയ ബൗണ്ടറി ആരുമായിട്ടാണ് ഷെയർ ചെയ്യുന്നത്? ഇന്ത്യ ബംഗ്ലാദേശ്. വളരെ ഈസി ചോദ്യം അല്ലേ? ഇന്ത്യ ബംഗ്ലാദേശ് ബൗണ്ടറി ഏറ്റവും ലോങ്ങസ്റ്റ് ഇന്റർനാഷണൽ ബൗണ്ടറി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. ഇതാ ഇപ്പം പഠിച്ച് തീർത്തുള്ള ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഡസ്റ്റ്
നോട്ട് പാസ്, കടന്നു പോവാത്ത ഇന്ത്യൻ സ്റ്റേറ്റ്. ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകാത്തത് രാജസ്ഥാൻ പോകുന്നുണ്ട് അല്ലേ, ജാർഖണ്ഡ് പോകുന്നുണ്ട്, മിസോറാം പോകുന്നുണ്ട്. ആര് പോകുന്നില്ല? ഒഡീഷ കടന്നു പോകുന്നില്ല. ട്രോപ്പിക് ഓഫ് ക്യാൻസർ എവിടെ കടന്നു പോകുന്നില്ല? ഒഡീഷ. പക്ഷെ ശ്രദ്ധിക്കൂ, ഈ ഒഡീഷ കൂടെ എന്ത് കടന്നു പോകുന്നുണ്ട്? IST അല്ലേ, ലോണ്ടിറ്റ്യൂഡ് കടന്നു പോകുന്നുണ്ട് അല്ലേ, ആണ് ഓപ്ഷൻ. ആ ഓപ്ഷൻ ഇടേണ്ട റീസൺ ഏതാണ് കേട്ടോ, നിങ്ങളെ കൺഫ്യൂസ് അടിച്ച് തെറ്റിക്കുക, അത്രയേ ഉള്ളൂ ആ ഓപ്ഷൻ കേട്ടോ. എന്തുകൊണ്ട് ഒഡീഷ ഇട്ടെന്ന് വെച്ചാൽ ഒഡീഷ നമ്മൾ പഠിക്കുന്നുണ്ടല്ലേ, എന്താ IST ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എവിടെ കടന്നു പോകുന്നുണ്ട്? ഒഡീഷയിൽ കടന്നു പോകുന്നുണ്ട്. പക്ഷെ എന്ത് കടന്നു പോകുന്നില്ല? ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്നില്ല. സോ ഇതിൻ്റെ ആൻസർ ഏതാണ്? ഒഡീഷയാണ് ഉത്തരം അല്ലേ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദാ ഇപ്പൊ പറഞ്ഞല്ലോ, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഇസ് എഹെഡ് ഓഫ് ഗ്രീൻവിച്ച് മീൻ ടൈം ബൈ അല്ലേ. ഇന്ത്യൻ സമയവും ഗ്രീൻവിച്ച് സമയവും തമ്മിലുള്ള വ്യത്യാസം എത്രടാ? ദാ 5.5 മണിക്കൂർ അല്ലേ, 5 മണിക്കൂർ 30 മിനിറ്റിൽ തന്നിട്ടുണ്ട്, ഹെഡ് എന്ന് വരെ തന്നിട്ടുണ്ട്. സോ അത് ഓപ്ഷനിൽ തന്നെ ഉണ്ടല്ലേ. സോ ടൈം മാത്രം നോക്കിയാൽ എത്രയാണ്? 5.5 മണിക്കൂർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാണ്, ദ ടോട്ടൽ ലെങ്ത് ഓഫ് കോസ്റ്റ് ലൈൻ. ഇന്ത്യയുടെ കോസ്റ്റൽ ലൈൻ, ഇന്ത്യയുടെ കോസ്റ്റൽ ലൈൻ 7500 അല്ലേ. ഓപ്ഷൻ നോക്കിയാണ് 7516 കിലോമീറ്റർ അല്ലേ. 7500 കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ എന്തെന്ന് പറയുന്നത്? കോസ്റ്റൽ ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ്? നമ്മുടെ ഇന്ത്യയുടെ ബേസിക് ഫാക്റ്റ് ആയിട്ടുള്ള ലാറ്റിറ്റ്യൂഡും ലോങ്ങിറ്റ്യൂഡിനെ പറ്റിയുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലേ. അപ്പോൾ നമ്മൾ ഇതോടെ നമ്മുടെ ഇന്ത്യ ബേസിക് ആ ടോപ്പിക്ക് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പാർട്ട് 1 ചെയ്തു, പാർട്ട് 2 ചെയ്തു. അടുത്ത് നമ്മളിനി പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ ഫിസിയോഗ്രാഫിയാണ്. അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റാർട്ട് ചെയ്യാം. ഇന്ത്യയുടെ ഒരു ഭൂപ്രകൃതിയെ പറ്റിയുള്ള ഒരു ക്ലാസ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? അടുത്ത ക്ലാസ് നമുക്ക് എടുക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ എന്ത് ചെയ്യാം? വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.